കേരളം കാത്തിരിക്കുന്ന ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ 43 സ്ഥലങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. തപാൽ വോട്ടുകൾ ആദ്യമെണ്ണും. ആദ്യ ഫലസൂചനകൾ 8:15. എത്തും പിടിയും കിട്ടാത്ത മുന്നണികൾ. ഭരണ തുടർച്ചയെന്ന് LDF. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്ന് നേതാക്കൾ. 100 അടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ UDF. താമരകൾ കൂടുതൽ വിരിയുമെന്ന് BJP. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ പരുമലപ്പള്ളിയിൽ പ്രത്യേക കുർബാന. ഹരിപ്പാട് കരുവാറ്റയിൽ സതീശന്റെ ഫ്ലക്സ് നശിപ്പിച്ചു. സതീശനായി പത്തനംതിട്ടയിലും ഫ്ലക്സ്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ബംഗാളിൽ കനത്ത സുരക്ഷ. ക്ഷേത്ര ദർശനം നടത്തി BJP സ്ഥാനാർത്ഥികൾ. കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്ന് മമതാ ബാനർജി. തൃണമൂൽ പരാജയ ഭീതിയിലെന്ന് BJP. പൊളിറ്റിക്കൽ ക്ലൈമാക്സിൽ സസ്പെൻസ് നിലനിർത്തി തമിഴകം. ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ റിസോർട്ടിലേക്ക് മാറ്റാൻ നീക്കം തുടങ്ങി TVK. ഭരണ തുടർച്ച ഉറപ്പെന്ന് പാർട്ടി ആസ്ഥാനത്തെത്തി നേതാക്കളോട് MK സ്റ്റാലിൻ. ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോയെന്ന ആശങ്കയിൽ AIDMK. കൊടും ചൂടിൽ സംസ്ഥാനത്തിന് ആശ്വാസമായി കാലാവസ്ഥാ പ്രവചനം. വേനൽ മഴ കൂടുതൽ ശക്തമാകും. 5 ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. ഇറാൻ അതിരുകടന്നാൽ വീണ്ടും സൈനിക ആക്രമണമെന്ന മുന്നറിയിപ്പുമായി ട്രംപ്. തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. US-ഉമായുള്ള യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്ന സൂചനയുമായി ഇറാനും. ആണവ പദ്ധതികളിൽ അമേരിക്കയുടേത് ഇരട്ടത്താപ്പെന്നും വിമർശനം. ട്രംപിന് മാർപ്പാപ്പയുടെ തിരിച്ചടി. കുടിയേറ്റക്കാരനെ അമേരിക്കയിൽ ബിഷപ്പായി നിയമിച്ചു. അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ എവേലിയോ മിൻജീവർ വെർജീനിയയിലെ റീലിംഗ് ചാസ്റ്റണിലെ ബിഷപ്പാകും. നടപടി ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കിടെ.